ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് മുട്ട അവിയൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അത് ഒട്ടുമിക്കാൽ പേർക്കും ഇത് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് എൻ്റെ മെത്തേഡിൽ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കടായി വെക്കുക. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി. ഒന്ന് ചൂടാകുക. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഏത് വെജിറ്റബിൾസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു 1 മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്ത് ഇടണമേ. എന്നിട്ട് അതെടുത്തതാണ്. അതിനുശേഷം നമുക്ക് എന്തെല്ലാം വെജിറ്റബിൾ ഉണ്ടോ അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എല്ലാം 1 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. 1 കപ്പ് പടവലങ്ങ, 1 കപ്പ് വെള്ളരിക്കായുടെ ഇത് കട്ട് ചെയ്തത്, 1 കപ്പ് ബീൻസ്, then this one ash gourd കുമ്പളങ്ങ, ക്യാരറ്റ്, പിന്നെ മുരിങ്ങയ്ക്ക. ഇത് ഒരു 3 മിനിറ്റ് വഴറ്റുക. ഈ എണ്ണയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടതിലേക്ക് 3 മിനിറ്റ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തത് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറി ലീഫ്. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ഒരു 1.25 ഇച്ചിരി കൂടെ ഉണ്ട്, 1.25 to 1.5 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചൂട് നല്ല തിളച്ച വെള്ളമാണ്. ആഡ് ചെയ്ത ശേഷം ഇനി ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 8 to 10 മിനിറ്റ്സ് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അവിയലിന് വേണ്ടതായ അരപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്സ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്, അല്പം കറി ലീവ്സ്, പിന്നെ ചെറിയ 3 കാന്താരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 3 പച്ചമുളക് ഈ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുള്ളൂ. ഇവിടെ ഈ കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 ഗാർലിക്കിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ആഡ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം, ഹോൾ ജീരകം, പിന്നെ ഒരു സ്മോൾ ഷാലറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു 8-9 എടുത്തിട്ടുണ്ട് നമ്പേഴ്സ്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡറിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതിപ്പോൾ പൊട്ടറ്റോ എല്ലാം വെന്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു 10-12 മിനിറ്റ്സോളം 2 മിനിറ്റ്സ് എക്സ്ട്രാ എടുക്കേണ്ടി വന്നു. അതുപോലെ നിങ്ങളും ചെയ്യുമ്പോൾ ഞാനൊരു ടൈം പറഞ്ഞു, ആ ടൈം വെച്ച് നിങ്ങൾ ചെയ്യരുത്. ഇത് വെജിറ്റബിളെല്ലാം നല്ലതായിട്ട് കുക്കായതിന് ശേഷം കുക്കായോ എന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇവിടെ നമ്മുടെ ഇതെല്ലാം വെജിറ്റബിൾ എല്ലാം തന്നെ കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ അരച്ചായ ആ തേങ്ങ അത് ഞാൻ ഇടുന്നു. ഇതുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് അടച്ച് വേവിക്കുക. ഇനി ഇത് ഏകദേശം എല്ലാം വെള്ളമെല്ലാം ഒരുമാതിരി എല്ലാം കട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കേർഡ് യൂസ് ചെയ്യുന്നു. കേർഡ് പിന്നെ പുളി അനുസരിച്ച് നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു 1/4 കപ്പ് മതിയായിരിക്കും, അല്ലെങ്കിൽ അല്പം കൂടെ. ഇത് എൻ്റെ കയ്യിൽ അത്ര പുളിയുള്ള തൈരല്ല. അതല്ല നമ്മൾക്ക് എന്താ പറയുക, ഇതിനോടൊപ്പം ടൊമാറ്റോ ആഡ് ചെയ്യുന്നവർക്ക് ആ പുളി മതിയെങ്കിൽ നമ്മൾക്കത് യൂസ് ചെയ്യാം. അതല്ല മറ്റേ പുളി എന്തോ സാമ്പാറിനകത്ത് വരുന്ന പുളി, കിഴിപുളി, അത് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതൊക്കെ ഉപ്പ്, പുളി, മുളക് അത് എല്ലാവർക്കും ഒരേ എന്താ പറയുന്നത്, ഒരേ ഇതായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഇതിന് വേണ്ടി ഒരു 1/2 കപ്പ് കേർഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നു. ഇതുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അധികം നേരം വെക്കണ്ട, ഒരു മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഉപ്പ് വേണമെന്ന് ചെക്ക് ചെയ്യുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഇനിയും ലാസ്റ്റിലെ കാര്യം എന്താ വെച്ചാൽ ഞാനിവിടെ 4 എഗ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4-ന് പകരം 5-ഓ 6-ഓ എടുത്താലും കുഴപ്പമില്ല. അത് എഗ്ഗ് ബോയിൽ ചെയ്യാൻ അറിയാമല്ലോ, ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതാണ്. അത് നമുക്ക് ഈ മുട്ടയിലേക്ക് ഈ അവിയലിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഈ യോക്ക് പൊടിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അതാണല്ലോ വേണ്ടത്. നമുക്ക് ഒത്തിരി പൊടിയണ്ട, അതുകൂടെ അതിനകത്ത് അവിയലിനകത്ത് മിക്സ് ആകുക എന്നുള്ളതാണ്. അതിനുശേഷം ഇത് പതിയെ ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അവിയലുമായിട്ട് കുത്തിപ്പൊടിക്കാതെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മുട്ട ഞാൻ ഇതിട്ട് മിക്സ് ചെയ്തു. ഒരു 2 മിനിറ്റ്സ് ഒന്ന് അടച്ച് ഒന്ന് വേവിക്കുക. 2 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പിന്നെ അതിലേക്ക് ഒരു 2 തണ്ട് കറി ലീഫ്, എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് ഇത് റെസ്റ്റിലിരിക്കട്ടെ. അതിന് ശേഷമേ അവിയൽ യൂസ് ചെയ്യാവുള്ളൂ. ഇവിടെ നമ്മുടെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കോമ്പിനേഷനാണ് റൈസുമായിട്ടും അതോടൊപ്പം ചപ്പാത്തിക്കും സൂപ്പറാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് തരിക. ഇനി വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ബൈ. താങ്ക് യു സോ മച്ച്.